രേണുകാസ്വാമി കൊലപാതക കേസിൽ കന്നഡ നടൻ ദർശന് തിരിച്ചടി. ദർശൻ ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കി. മുഹമ്മദ് റഹീസ് ചേരുന്നു ഇപ്പോൾ വിശദാംശങ്ങളുമായി. മുഹമ്മദ് റഹീസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, രേണുകാസ്വാമി കൊലക്കേസിൽ കന്നഡ നടൻ ദർശന് ഹൈക്കോടതി അനുവദിച്ച ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. ജസ്റ്റിസുമാരായ ജബി പർദിവാലയും ഒപ്പം ആർ മഹാദേവനും ഉൾപ്പെട്ട ബെഞ്ചാണ് കർണാടക ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നത്. ദർശൻ ഉൾപ്പെടെയുള്ള 5 പ്രതികളുടെ ജാമ്യവും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഈ ദർശൻ അനുവദിച്ച ജാമ്യ വ്യവസ്ഥയൊക്കെ ലംഘിച്ചു എന്ന് കാട്ടി സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമം ദർശന്റെയും ഒപ്പം തന്നെ മറ്റ് 5 പ്രതികളുടെയും ഭാഗത്തു നിന്നുണ്ടായി. ഇത് യാതൊരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല. ജാമ്യം ലഭിച്ചു എന്ന് കരുതി ഈ സാക്ഷികളെ സ്വാധീനിക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല, എത്ര വലിയവനായാലും നിയമത്തിന് അതീതനല്ല എന്ന സന്ദേശം കൂടിയാണ് ഈ വിധി അല്ലെങ്കിൽ ഇത്തരത്തിൽ ജാമ്യം റദ്ദാക്കിയതോടുകൂടി നൽകുന്നത്. നേരത്തെ ഈ കേസിലെ വിധി പറഞ്ഞപ്പോഴും സമാനമായി കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരുന്നു. അത് വീണ്ടും ഉദ്ധരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ സമാനമായൊരു ഈ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേസിലെ ജാമ്യം റദ്ദാക്കിയതോടുകൂടി അദ്ദേഹത്തിന് ഉടൻ ജയിലിലേക്ക് മാറ്റുമെന്നാണ് സൂചന ലഭിക്കുന്നത്. ഇദ്ദേഹം കേസിലെ 2 പ്രധാനപ്പെട്ട സാക്ഷികളെ സ്വാധീനിച്ച് അവരുടെ മൊഴി മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള കണ്ടെത്തലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും അതിക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം, അതിന് പിന്നാലെയുള്ള അറസ്റ്റ്, ശേഷം ഏതാണ്ട് 1 വർഷത്തോളം ജയിൽവാസം, പല കാരണങ്ങളും തേടിയിട്ടുള്ള ജാമ്യമെടുക്കൽ, പിന്നീട് ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നു. ഇപ്പോൾ എന്തായാലും ജാമ്യം റദ്ദാക്കുക കൂടി ചെയ്തിരിക്കുന്നു. സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഉന്മേഷ്, മുഹമ്മദ് റഹീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.